ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്നേക്കണേണ്. എന്താണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഓക്കെ, അങ്ങനെ അവളങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലഗേജൊക്കെ ആയിട്ട് ആൾ തന്നെയാണ് ആടിപ്പാടി. അടുത്ത ഫ്ലൈറ്റ് കണക്റ്റഡ് ഫ്ലൈറ്റാണ്. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അബുദാബിയിൽ നിന്നാണ് അയർലൻഡിലോട്ടുള്ള ഫ്ലൈറ്റ്. ആൾ അയർലൻഡിലോട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ പോകണതാണ്. ആൾ ഭയങ്കര ടെൻഷനില്ല, വേറെ ഒന്നുമല്ല, വെയിറ്റ് ഓവറാണ് ലഗേജിൻ്റെ. അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിസ്സ ഹട്ടിൽ ഞങ്ങൾ കയറി. ഒരു പിസ്സ ഓർഡർ കാണിക്കില്ല നാട്ടുകാർ പിസ്സ ഹട്ടിൽ കയറിയിട്ട് ചോറും മഞ്ജു 2 വാക്ക് സംസാരിക്കൂ. വെയിറ്റ് കൂടുതലിന് ടെൻഷൻ. വെയിറ്റ് കൂടുതലാണ് ഗൈസ്. ചപ്പയാണൊക്കെ വിട്ട് ജാക്കറ്റ് കൊന്നിട്ട് മറ്റേ ഇടൂലേ അതിൻ്റെ അത് വിട്ട് കിടക്കുക ജാക്കറ്റ്. ആ മഞ്ജു, ഏത് ഏജൻസി വഴിയാണ് നീ പോണ? ഞാൻ എഡ്യൂക്കേഷൻ എന്ന ഏജൻസിയാണ്. എൻ്റെ ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഏജൻസിനെ പരിചയം. അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കോഴിക്കോടാണ്. വേറെ ഡീറ്റെയിൽസ് വലിയ അറിയുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് അറിയിക്കുന്നത്. കൗൺസിലറോടൊക്കെ സംസാരിച്ചപ്പോൾ ആദ്യം അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവർ ക്വിക്കായിട്ടാണ് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ പ്രൊസീഡ് ചെയ്തത്. പക്ഷേ നമ്മൾ എമൗണ്ട് അടയ്ക്കുമല്ലോ, ആ എമൗണ്ട് അടച്ച് കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രൊസീജിയർ വന്ന് ഭയങ്കര സ്ലോ ആയിരുന്നു. അതും പോരാഞ്ഞിട്ട് ഞാൻ നോക്കിയ യൂണിവേഴ്സിറ്റിൻ്റെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരത് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. അത് കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം സാധാരണ കൺസൾട്ടൻസി ആണല്ലോ നമുക്കിപ്പോൾ ഒരു കോളേജിൻ്റെ ഓഫർ ലെറ്റർ വന്നാൽ നമ്മളെ വിളിച്ച് പറയാം. ഇതിപ്പോൾ എൻ്റെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥയായിരുന്നു എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പിന്നെ ആരാണ് ഹെൽപ്പ് ചെയ്തത്? അത് കഴിഞ്ഞ് അവിടെ ആ ഏജൻസിയിൽ തന്നെ ഒരാൾ റീസെൻ്റ്ലി ജോയിൻ ചെയ്തു, ഒരു മെയ് ഏപ്രിൽ എന്തായപ്പോൾ. ആ പുള്ളിക്കാരനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഫ്രണ്ട്സും അല്ലാണ്ടൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി അങ്ങനെയാണ് VFS സൈറ്റിൽ കയറി നോക്കിയിട്ടാണ് എന്താ പറയുക വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്. ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ എനിക്ക് വെരിഫൈ ചെയ്ത് തന്നു. പക്ഷേ കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ കാര്യങ്ങൾ അവരയച്ചില്ലെങ്കിൽ പോലും അവർക്ക് തന്നെ പ്രോപ്പറായിട്ട് ഐഡിയ ഒന്നും ഉണ്ടായില്ല അതിനെക്കുറിച്ച്. അവർ ഭയങ്കര ഡിലേ ആയിട്ടാണ് എല്ലാത്തിനും പ്രോസസ്സിങ്ങിനൊക്കെ ടൈം എടുത്തിരുന്നത്. ഞാൻ എൻ്റെ മൊമെൻറ്റ് ലൈക്ക് വിസയ്ക്ക് VFS സബ്മിഷൻ പോകണതിൻ്റെ നൈറ്റ് വരെ ഈ ഡോക്യുമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഓടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവരത് അത്രയും സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വായിത്തിന് എനിക്ക് പിന്നെ വിസ കിട്ടി ടൈം പീരീഡിനുള്ളിൽ. കാരണം എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പക്കയായിരുന്നു. എൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഞാനത് ആയിട്ട് ലൈക്ക് പ്രൊസീഡ് ചെയ്തത്. എന്താണ് ഇടണ സത്യം പറഞ്ഞു ഇടണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാ മതി. 2 ആഴ്ച ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ്. 2 മാസം അതെ. എന്ത് നോടിക്കാനാണ് പോണ അവിടെ അയർലൻഡിലോട്ട്? ഏത് കോഴ്സാണ്? പറയൂല, മാസ്റ്റേഴ്സ് മാത്രമേ പറയുള്ളൂ. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാനാണ് പോണത് അയർലൻഡിലേക്ക്. എത്ര നാളായി ഇപ്പൊ ഇതിന് നടക്കണം ഇപ്പൊ അയർലൻഡിൽ പോകാനായിട്ട്? ലാസ്റ്റ് 1 year ആയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്. IELTS എൻ്റെ 2023 അതിനുശേഷം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൺസൾട്ടൻസി വഴി. അപ്പോൾ കഴിഞ്ഞ 2023 ഞാൻ ഏപ്രിലിൽ പല കൺസൾട്ടൻറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, ലൈക്ക് ഓൾറെഡി ടൈം ആയി, ഇനി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റില്ല, വിസിക്ക് ഒന്നും വയ്ക്കാൻ ടൈമില്ല എന്ന് പല കൺസൾട്ടൻസി എടുത്ത് പറഞ്ഞു. ആരും ഒരു എന്താ പറയുക ഉറപ്പ് പറഞ്ഞില്ല. അപ്പം ഞാൻ പിന്നെ ഒരു കുറച്ചും കൂടി ഫ്യൂ മന്ത്സ് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റ് ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്കാണ് മെയിൻ ഇൻടേക്ക്, അതിലേക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ജാനുവരി തൊട്ട് ഞാൻ ഇതിനു വേണ്ടി ജാനുവരി ഡിസംബർ തൊട്ട് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജാനുവരിയിലാണ് ഈ കൺസൾട്ടൻസി ആയിട്ട് തുടങ്ങിയത്. ജാനുവരിയിൽ ഞാൻ എൻ്റെ ഒരു എൻഡ് ആയപ്പോഴത്തേക്കും എൻ്റെ മീൻസ് ഇവർ ഈ ഏജൻസി വഴി എന്താ പറയുക രജിസ്റ്റർ ചെയ്തു. പിന്നെ അവരെന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് സബ്മിഷൻ ചെയ്തത്
ഫെബ്രുവരി മിഡ് അല്ലെങ്കിൽ ഫെബ്രുവരി എൻഡ് ആവാറായ സമയത്താണ് അത് ചെയ്തത്. അത് കാരണം തന്നെ എനിക്ക് ലൈക്ക് ഞാൻ നോക്കിയിരുന്ന യൂണിവേഴ്സിറ്റീൻ്റെ ഇത് കിട്ടിയിരുന്നില്ല. അതുപോലെ അതിലും ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ട് യൂണിവേഴ്സിറ്റീൻ്റെ, അതൊക്കെ വച്ച് നോക്കിയപ്പോൾ എന്തൊക്കെ ലൈക്ക് എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ വരെ ഉണ്ടായിരുന്നത് മെയിൽ എനിക്ക് വന്നു. അത് അവർക്ക് വന്നിട്ട് പോലും അവരതിനൊന്ന് റിവേർട്ടോ അല്ലെങ്കിൽ അതിനൊരു എൻക്വയറി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ടൊന്നും. അത് ഞാൻ തന്നെയാണ് പിന്നീട് എൻ്റെ ലൈക്ക് ഫോർ എക്സാമ്പിൾ എൻ്റെ റെക്കമെൻഡേഷൻ എൻ്റെ ടീച്ചേഴ്സ് മുഖേന ലൈക്ക് ഫാക്കൾട്ടി കോളേജ് ഫാക്കൾട്ടീസ് ചെയ്യണമായിരുന്നു. അത് മീൻസ് ഞാനാണ് അതിനുള്ള അതൊക്കെ പോയി. ഫസ്റ്റ് തൊട്ട് അയർലാൻഡ് തന്നെയാണോ ട്രൈ ചെയ്യണം? അല്ലല്ലോ, ആദ്യം ഞാൻ ജർമ്മനി നോക്കിയിരുന്നത്. അത് കിട്ടിയില്ല. ഞാൻ അതിന് ട്രൈ മീൻസ് ഞാൻ അതിനൊന്നും പ്രൊസീഡ് ചെയ്തില്ല. ഞാൻ പലരും പറഞ്ഞു എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് വേണം, അങ്ങനെ ഒരു ഇത് ക്രൈറ്റീരിയ പറഞ്ഞു. പിന്നെ അതിനും ഇതുപോലെ തന്നെ ATS ഫയൽ ചെയ്യണം, അങ്ങനെ അതായിരുന്നു. കാരണം ലാസ്റ്റ് ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നോക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ടൈം പീരീഡിനുള്ള ATS സബ്മിഷൻ ചെയ്ത എല്ലാത്തിനും പ്രൊസീഡ് ചെയ്യാൻ ഡിലേ ആവുമെന്ന് വിചാരിച്ച കാരണമാണ് പിന്നെ ഞാൻ ജർമ്മനി വിട്ട് പിന്നെ അയർലൻഡിലേക്ക് നോക്കാൻ വെച്ചത്. കാരണം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണെന്നുള്ളൊരിത്, പിന്നെ എൻ്റെ കോഴ്സ് ഫീൽഡിന് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്, അത് കാരണം അയർലൻഡ്. അല്ല, എല്ലാരും വിചാരമുണ്ട് സ്റ്റുഡന്റ് വിസ പെട്ടെന്ന് കിട്ടുമെന്ന്. ശരിയാണ്, പെട്ടെന്ന് കിട്ടും. സ്റ്റുഡൻറ്റ് വിസ ലൈക്ക് VFSൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40-45 ഡേയ്സ് ഒക്കെ നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് അത്ര ടൈം പീരീഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇത്ര 25 ഡേയ്സ് 28 ഡേയ്സിനുള്ള എൻ്റെ മീൻസ് വിസ വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത് ഓരോരുത്തരുടെ ബേസിലാണ്. ചിലവരൊക്കെ 45 ഡേയ്സ് 2 months ഒക്കെ വെയിറ്റ് ചെയ്തവരുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി പ്രിപ്പറേഷൻസ് നമുക്ക് അറ്റ്ലീസ്റ്റ് ടൈം എടുക്കും. നമ്മൾ കാരണം ഡോക്യുമെൻറ്റേഷനാണ് പ്രോപ്പറായിട്ട്. ഇപ്പം നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ എല്ലാം കമ്പയർ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മനസ്സിലാവും എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത്, അതുപോലെ തന്നെ പല ഡോക്യുമെൻറ്റ്സ് ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും എല്ലാം കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം. അവിടെ എല്ലാവരും വിചാരമുണ്ട് സ്റ്റുഡൻറ് വിസയൊക്കെ ഭയങ്കര ഈസിയാണ്, എളുപ്പത്തിൽ കിട്ടുമെന്നൊക്കെ. പക്ഷെ ഇതിന്റെ പുറകിൽ നമ്മളല്ലേ സ്ട്രഗിൾ ചെയ്യണം. ഓഫ് കോഴ്സ്, കാരണം ഫിനാൻഷ്യലിയും ഉള്ളതും അതുപോലെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിലുള്ളതും അതുപോലെ നമ്മൾ വർക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ അതിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും എന്താ പറയുക പെട്ടെന്ന് ആരും മീൻസ് ലൈക്ക് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തരത്തില്ല. ജസ്റ്റ് ലൈക്ക് വിസയ്ക്കുള്ളത് ഇങ്ങനെ ഇന്നത് മതി ആ ഒരു രീതിയിലാണ് എല്ലാവരും പറയുക. പക്ഷെ നമ്മൾ when you are coming into that track now, like we only have to face and we have to just put our effort forward. Okay. I know. എനിക്കതിനകത്ത് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. നമ്മൾ നല്ല ഫോൺ കോളി നല്ല വെട്ടിയുടെ കേസ് ഇപ്പോഴും ടെൻഷനാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്, പക്ഷെ ആൾക്ക് ടെൻഷനാണ്. പെട്ടിന്ന് സാധനങ്ങൾ മാറ്റേണ്ടി വരുമില്ല. ഞാൻ കുറച്ച് ടിക്കറ്റൊക്കെ കൊച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറക്കം വന്നു. ഞാൻ എന്നാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, കോഫി എന്തെങ്കിലും. അങ്ങനെ ഈവനിങ് ആയി. ഫ്ലൈറ്റിൻ്റെ ടൈമും ഏകദേശം ആവാറായി. ആൾക്ക് സെക്യൂരിറ്റി ചെക്കിൻ്റെ അങ്ങോട്ട് പോകണേണ്. അപ്പോൾ നോക്കിങ്ങോട്ട് ആൾ ക്യൂവിൽ നിൽക്കണേണ്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ വർക്ക് വിസ ആയിക്കോട്ടെ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ ഒരു ഏജൻറ്റിനെ കാണണമെങ്കിൽ അതാത് ഡീറ്റെയിൽസും അവർ ഇതിക്ക് മുമ്പ് അയച്ചവരെ റെഫറൻസ് നമ്പർ ചോദിച്ച് കോൺടാക്റ്റ് ചെയ്ത് എല്ലാ സപ്പോർട്ട് ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. വർക്ക് ആയിക്കോട്ടെ സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ. ഓക്കെ ബൈ.